പാതിവില തട്ടിപ്പിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന അനന്തകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കി. അനന്തകൃഷ്ണൻ കോടതിയിൽ ഹാജരാക്കും വഴി താൻ മാത്യു കുളനാട് MLA-ക്ക് പണം കൈമാറിയിട്ടില്ല എന്നൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. മാത്യു കുളനാട് പറയുന്നൊന്നും മേടിച്ചിട്ടില്ലെന്നാ? മേടിച്ചിട്ടുണ്ടോ? ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തിരുന്നു. മാത്യു കുളനാട് കാശൊന്നും മേടിച്ചിട്ടില്ലെന്ന് പറയണ്ടേ? ഉള്ളതാണോ? പിന്നെ ആരൊക്കെയാ മേടിച്ചിരിക്കുന്നത്? ആരൊക്കെ മേടിച്ചിരിക്കുന്നത്? വിഷ്ണു ചേർന്നു. വിഷ്ണു, ഈ 7 ലക്ഷം രൂപ വാങ്ങിയ ഒരു MLA, എറണാകുളത്ത് വേറൊരു MLA, അതോടൊപ്പം ഇടുക്കിയിലെ MP, ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേർ പണം വാങ്ങിയെന്ന് പറയുമ്പോഴും മറു ചോദ്യം വരുമ്പോൾ പണം വാങ്ങിയിട്ടില്ല അവരെന്ന പ്രതിരോധം കൂടി തീർക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെ അടക്കം സമ്മർദ്ദത്തിലാക്കുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ടാക്ടിക്സ് ആണോ അനന്തകൃഷ്ണൻ ഉപയോഗിക്കുന്നതാണോ മനസ്സിലാക്കേണ്ടത്? റിമാൻഡ് റിപ്പോർട്ട് വരുമ്പോൾ അതിൽ ഈ ഐപാഡിൽ നിന്നും ഡയറിയിൽ നിന്നടക്കം ലഭിച്ച നിർണായക വിവരങ്ങൾ കൂടി ചേർത്ത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട വിവരമുണ്ടാകാൻ ഒരു സാധ്യതയുണ്ടോ വിഷ്ണു? സുഹൈൽ, ഐപാഡിൽ നിന്നുള്ള വിവരങ്ങളൊന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാവില്ല. കാരണം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് അത് ഫോറൻസിക് ക്ലിയറൻസ് ലഭിച്ച ശേഷം ആ റിപ്പോർട്ടായി ആയിരിക്കും അന്വേഷണ സംഘത്തിന് ലഭ്യമാകുക. ഡയറി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഡയറിയിലെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഒപ്പം ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനകളും ആർക്കെല്ലാം പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആത്യന്തികമായി ഇത് മൂവാറ്റുപുഴയിൽ 9 കോടി തട്ടിയ കേസിലാണ് അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ അനുബന്ധമായാണ് അനന്തു ആർക്കൊക്കെ പണം നൽകി എന്നുള്ള ഒരു വലിയ സിനാരിയോയിലേക്ക് കാര്യങ്ങളൊക്കെ പോയത്. പക്ഷേ ഈ കേസിലൊരു വിശദമായ അന്വേഷണം ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിലൊരു രാഷ്ട്രീയ മേഖലയിലേക്കൊക്കെ ഈ പണം നൽകിയ മേഖലയിലേക്കൊക്കെ അന്വേഷണം നടക്കുക അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വഴി മാത്രമായിരിക്കും. സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളുണ്ട്. അതുകൊണ്ട് ഇത് ഒരു മൂവാറ്റുപുഴ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രം അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുക. അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണമാണ്. ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇന്ന് കഴിഞ്ഞ ദിവസം സ്വീകരിച്ച മൊഴിയുടെ വിശദാംശങ്ങളും ഇയാൾ വാങ്ങിയിട്ടുള്ള സ്ഥലത്തിൻ്റെ ഇടപാടുകളും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് തന്നെ തട്ടിപ്പ് നടത്തിയതും ആസൂത്രണം ചെയ്ത കാര്യങ്ങളൊക്കെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകും. ഒപ്പം പണം നൽകിയതുമായി ബന്ധപ്പെട്ടും ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്ത തുകയുടെ വിശദാംശങ്ങളും ഒക്കെ അതിലുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1000 കോടി രൂപയുടെ ഒരു തട്ടിപ്പ് ഒരുപക്ഷെ കേരളം സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ ഒരു തട്ടിപ്പ്. അതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. വെറുതെ ആളുകളെ കൺവിൻസ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പ്. CSR ഫണ്ട് എന്ന് ബോർഡുകൾ വെച്ചെങ്കിൽ പോലും ഒരു തരത്തിലും 200 കമ്പനികളെയാണ് അനന്തകൃഷ്ണൻ CSR ഫണ്ടിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചത്. പക്ഷേ അവരാരും തന്നെ ഒരു ഘട്ടത്തിലും CSR ഫണ്ട് അനന്തുവിന് നൽകിയിട്ടില്ല. ഈ ആനന്ദകുമാറിനെ തന്നെ അനന്ത് സമീപിച്ചത് CSR ഫണ്ട് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ആ വാതിലും അടഞ്ഞു. അങ്ങനെയാണ് പ്ലാൻ B എന്ന നിലയിൽ ഈ ആളുകളെ പറ്റിക്കാൻ ഉള്ളൊരു തീരുമാനം ഡയറക്റ്റ് മണി വഴി NGO-കൾ വഴി സമാഹരിച്ചൊരു തട്ടിപ്പിന് അനന്തു നേതൃത്വം നൽകിയത്. അതാണ് ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായി മാറിയത്. ഇനി ഈ സ്വത്തുക്കളൊക്കെ എങ്ങനെ അക്വയർ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറെ നിർണായകം. ഇപ്പോൾ മൂവാറ്റുപുഴ കേസുമായി ബന്ധപ്പെട്ട് 9 കോടിയാണ് മൂവാറ്റുപുഴ തട്ടിയെടുത്തിരിക്കുന്നത്. അനന്തുവിനെ അല്പസമയത്തിന് തന്നെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഇന്ന് റിമാൻഡ് ചെയ്യും. ഇനി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. സുഹൈൽ, മൂവാറ്റുപുഴയിൽ തുടങ്ങിയ വെറും 9 കോടിയുടെ തട്ടിപ്പ് ആളിപ്പടരുകയാണ് 1000 കോടിയുടെ തട്ടിപ്പിലേക്ക്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ അന്വേഷണ പരിധിയിൽ നിന്ന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലേക്ക് കൂടി കേസ് നീങ്ങുന്നു. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.